ജീവൻ അല്ലെങ്കിൽ പരിണാമം ഇതിനെയൊക്കെ എന്റേതായിട്ടുള്ള ഒരു രീതിയിൽ ഒരു ചെറിയ കഥയായിട്ട് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിനെ നോക്കണേ, ഫാക്ട് അല്ല, പുള്ളി കഥയാണ് പറയണത് കേട്ടോ, അതൊന്ന് ശ്രദ്ധിക്കണം. അത് ഫുള്ള് കഥയാണ്, ഭയങ്കര രസമുള്ള കഥയാണ്, കോമഡി കഥയാണ്. കുറിച്ചൊക്കെ സംസാരിക്കാൻ ഞാനൊരു ശാസ്ത്രജ്ഞനാണോ, ഒരു ബയോളജിസ്റ്റ് ആണോ, ഫിസിസിസ്റ്റ് ആണോ എന്നൊക്കെ തോന്നാം. ഞാനിതൊന്നുമല്ല, ഞാനൊരു സാധാരണക്കാരനായ മനുഷ്യനാണ്. സോ ശാസ്ത്രം എന്ന് പറയുന്ന ഒരു സാധനം തന്നെ അത് ഒരു സിസ്റ്റമാറ്റിക് സ്റ്റഡിയാണ്. അതായത് നിരീക്ഷണങ്ങളും പരീക്ഷണങ്ങളും ഫോൾസിഫിക്കേഷൻസും എല്ലാം വച്ചുകൊണ്ട് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ കാര്യങ്ങളെ, തെളിവുകൾ എല്ലാത്തിനും വേണമെന്ന് നിർബന്ധമില്ല, തെളിവുകൾ ഇന്നില്ലെങ്കിൽ നാളെ ഉണ്ടാവാം, അതിന് നമ്മൾ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ മനസ്സിലാക്കാൻ ഏറ്റവും റിയാലിറ്റിയെ അടുത്ത് നിന്നുകൊണ്ട് നോക്കി കാണാൻ കഴിയുന്നതാണ് ശാസ്ത്രത്തിന്റെ പഠന രീതി എന്ന് പറയുന്നത്. അതേസമയം നമ്മുടെ മതഗ്രന്ഥങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് എല്ലാം ദൈവം ചെയ്യുന്നു, എല്ലാം ദൈവത്തിന്റെ കയ്യിലാണ്, ദൈവമില്ലെങ്കിൽ ഒന്നുമില്ല എന്ന് പറയുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ദൈവം പറയുന്ന കഥകളിലെ കാര്യങ്ങളും റിയാലിറ്റി അല്ലെങ്കിൽ സയൻസ് എന്ന് കണ്ടെത്തിയിട്ടുള്ള കാര്യങ്ങളുടെ വിശകലനവും ഒക്കെ നമുക്കൊന്ന് എടുത്തു നോക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്ന് സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ ഓക്കെ. ഇതിൽ കോമഡി എന്താ അറിയോ, ഇതിൽ രസം പറഞ്ഞുതരാം. ഇപ്പൊ ഒരാള് ഒരു തെർമോമീറ്റർ എടുത്തിട്ട് നമ്മളെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യട്ടില്ലേ, ഒരാൾ വിചാരിക്കുക, എന്നിട്ട് പുള്ളിക്കാരൻ പറയാണ് പാലക്കാട് ജീവിക്കുന്ന ഒരു രാമചന്ദ്രൻ എന്ന് പറഞ്ഞ ആള് ജീവിച്ചിരിക്കുന്നില്ല. അതിന് കാരണം എന്താ? അതിന് കാരണം ഇവിടെ ടെസ്റ്റ് ചെയ്യുന്നത് വേറെ ആളുടെ ശരീരത്തിൽ ഒരു ടെമ്പറേച്ചറാണ്. അപ്പോൾ സുഹൃത്തെ, ഈ സയൻസ് എന്ന് പറഞ്ഞ ടൂൾ ഉപയോഗിക്കുന്ന എന്തിനാണെന്നെങ്കിലും മനസ്സിലാക്കി. ഏറ്റവും മിനിമം സയൻസ് ഉപയോഗിക്കുന്നത് ദൈവമുണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാനല്ല. നീ തന്നെ വായിച്ചു സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് ദി നാച്ചുറൽ വേൾഡ് എന്ന് പറഞ്ഞു. അത് വായിക്കുമ്പോൾ അതിന് അർത്ഥം കൂടി മനസ്സിലാക്കുക. ഇംഗ്ലീഷ് വായിക്കാൻ അറിയില്ലെങ്കിൽ അതും പഠിപ്പിച്ചുതരാം, അതും കുഴപ്പമില്ല. നാച്ചുറൽ വേൾഡിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമ്മൾ പറയാം ആരാണ് നിനക്ക് ഇതൊരു പ്രശ്നം എന്ന് പറയണേ, ഒന്നാമത് ഇവന്റെ ദൈവം ആരാന്ന് അറിയില്ല. ഓക്കെ, ഡെഫിനേഷൻ അറിയില്ല. അപ്പൊ ദൈവത്തിന്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് ഈ ഫിസിക്കൽ വേൾഡിനെ, ഈ കംപ്ലീറ്റ് യൂണിവേഴ്സിന്റെ ക്രിയേറ്ററിനെ കുറിച്ച് സംസാരിക്കുന്നത്, അല്ലാതെ ഇതിന്റെ അകത്തുള്ള ഒരു കല്ലിനെ കുറിച്ചും മണ്ണിനെ കുറിച്ചും ചെടിയെ കുറിച്ചല്ല സംസാരിക്കുന്നത്, ഇതിന്റെ ക്രിയേറ്ററെ കുറിച്ച് സംസാരിക്കുന്നത്. ഇപ്പൊ വാച്ച് മേക്കർ നമ്മൾ പറയാറുണ്ടല്ലോ, ഒരു വാച്ചിന്റെ അകത്ത് പോയിട്ട് തെരഞ്ഞ് തോണ്ടി എടുത്തിട്ട് ഒരാൾ പറയണേ വാച്ചിന്റെ അകത്ത് ഇത് ഉണ്ടാക്കിയ ആളെ കാണാനില്ല, അതുകൊണ്ട് ഇയാളില്ല എന്ന് പറഞ്ഞാൽ വാച്ചിന്റെ കത്തലല്ലേ ഉണ്ടാകുക, അയാൾ എക്സ്റ്റേണൽ അല്ലേ. ഇപ്പൊ അതേപോലെ നമ്മുടെ ക്രിയേറ്റർ, യൂണിവേഴ്സിന്റെ ക്രിയേറ്റർ എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ ആണ്. അപ്പൊ യൂണിവേഴ്സിന്റെ ക്രിയേറ്റർ തപ്പുന്നത് യൂണിവേഴ്സിന്റെ അകത്തല്ല. അതേപോലെ ഒരു ടൂൾ ഉപയോഗിക്കുമ്പോൾ ആ ടൂള് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നതിന്റെ മിനിമം ലെവൽ നോളജ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അബദ്ധങ്ങൾ പറ്റും. അതാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. മതഗ്രന്ഥങ്ങളിൽ പറയുന്ന കഥകൾ എന്ന് പറഞ്ഞ് ഇദ്ദേഹം കഥ പറയാൻ പോവാണ്. വേറെ രസം എന്താ അറിയോ, ഇദ്ദേഹം കഥ പറയാൻ പോവാണ്. ഇദ്ദേഹം ഓൾറെഡി ജാമ്യം എടുത്തിട്ടുണ്ട്. ഞാനൊരു റിസർച്ചറോ സയന്റിസ്റ്റോ അല്ലെങ്കിൽ ഞാനൊരു ബയോളജിസ്റ്റോ ഒന്നും അല്ല, ഞാൻ സാധാരണക്കാരനായി വ്യക്തി ജാമ്യം എടുത്തു ഓൾറെഡി. മനസ്സിലായോ സലാദിക്ക? ഇന്നൊന്നും പറയരുത്. ഫാസിൽ ഇതിലെന്താ രസം, പുള്ളി പറയുന്നത് തെളിവ്, സയൻസിൽ തെളിവൊന്നും ആവശ്യമല്ല, കാരണം ഇന്നില്ല നാളെ കണ്ടെത്തിക്കുള്ളൂ. പക്ഷെ ആ ഒരു പരിഗണന ഒരു മതത്തിന്റെ കാര്യത്തിൽ ദൈവത്തിന് കൊടുക്കൂല. ദൈവത്തിന് തെളിവ് കിട്ടിയേ തീരൂ, തെളിവ് ഉണ്ട് ഒന്ന്. എന്നാലും എനിക്ക് കാര്യത്തില് ആബ്സെൻസ് ഓഫ് എവിഡൻസ് ഈസ് ദ എവിഡൻസ് ഫോർ ആബ്സെൻസ് ആണ്. തെളിവ് സത്യത്തിൽ രവിചന്ദ്രനെ തകർത്ത് കളഞ്ഞു കേട്ടോ ഇവന്റെ വാദം കൊണ്ട്. രവിചന്ദ്രൻ പറയാറുള്ളത് എവിഡൻസ് ഇല്ലെങ്കിൽ സാധനം ഇല്ലാന്ന് പറയല്. ഇവൻ പറഞ്ഞ സാധനം ഉണ്ടാവാൻ സാധ്യത ഉണ്ട് ഭാവിയിൽ എന്ന് പറയുന്നുണ്ട് അവൻ. എന്തായാലും അറ്റ്ലീസ്റ്റ് ഹോണസ്റ്റ് ആണ് വിഷയത്തില്. എനിക്ക് തോന്നുന്നത് ഇത് ഇവന് ഈ അബദ്ധം പറയുന്നോണ്ടായിരിക്കാം ഇവരുടെ പ്രമുഖരുടെ ചാനലൊന്നും പെർമിഷൻ കൊടുത്തിട്ടില്ല. ഏതോ ഒരു ചെറിയ കുറച്ച് വ്യൂസുള്ള ചാനൽ മാത്രമാണ് അത് വന്നത്. അത്രത്തോളം ഭീകര അബദ്ധം പറയുന്നോണ്ടായിരിക്കാം എന്ന് തോന്നുന്നു. ഇവരോടൊക്കെ സിമ്പതിയാണ് തോന്നിട്ടെന്ന് എനിക്ക് തോന്നുന്നു. നമ്മള് ഒരു ട്രോള് രൂപത്തിൽ കാണരുത്. കാരണം കുട്ടികള് ഒരു സിമ്പത്തറ്റിക് ആയിട്ടാണ് നമ്മൾ ഇവരോട് സമീപിക്കേണ്ടതെന്ന് എനിക്ക് തോന്നിട്ടെ. വ്യക്തിപരമായിട്ട് അഭിപ്രായമാണ്. ചിലത് കണ്ടാൽ ചിരിക്കാതിരിക്കാൻ പറ്റില്ല വാസു, ചിലത് അത്രയും ഭയങ്കര കോമഡിയാണ്. ഇത് കേട്ടെ, ഒരു സെന്റൻസിൽ ജുനീദ് പറഞ്ഞല്ലോ, ഒരു സെന്റൻസിലാ പറഞ്ഞത് സയൻസ് പറഞ്ഞാല് നാച്ചുറിനെ കുറിച്ചുള്ള സിസ്റ്റമാറ്റിക് സ്റ്റഡി ആണ്. എന്നിട്ട് പുള്ളിക്ക് എന്ത് വേണം, അതില് നാച്ചുറൽ അപ്പുറത്തുള്ള ദൈവത്തെ കുറിച്ച് സയന്റിഫിക് തെളിവ് വേണമെന്നൊക്കെ പറയും.